പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയിൽ സ്വല്പം സാഹസികത ആഗ്രഹിക്കുന്ന എല്ലാ പ്രകൃതി സ്നേഹികൾക്കും പത്തനംതിട്ട ജില്ലയിലെ അടവി ഇക്കോ ടൂറിസം സെൻ്ററിലേക്ക് ഒരു യാത്ര പോകാം. കൊട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിബിഡ വനത്തിലൂടെ ഒഴുകുന്ന കല്ലാർ നദിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു കൊട്ടവഞ്ചി സവാരി. കോന്നി ടൗണിൽ നിന്നും 13 കിലോമീറ്ററാണ് അടവി ഇക്കോ ടൂറിസം സെൻ്റർ. 4 പേർക്ക് അരമണിക്കൂറോളം കൊട്ടവഞ്ചി സവാരിക്ക് 400 രൂപയാണ് ചാർജ്. 91 പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടികളും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ മരണത്തിലേക്കായിരിക്കും നയിക്കുക. ഇവിടെ അപകടത്തിൽപ്പെട്ടവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നറിയുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം എത്രത്തോളം അപകടകാരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ നിന്നും 16 കിലോമീറ്ററാണ് പെരുന്തേനരുവി. 2017 ഇവിടെ ഒരു മിനി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെ ഒരു ഡാം വന്നാൽ അരുവിയുടെ കഥ കഴിഞ്ഞു എന്ന പരാതി പരിഗണിച്ച് അരുവിയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഷട്ടറുകളില്ലാത്ത ചെക്ക് ഡാമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ, നാറാണമൂഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 2.5 മീറ്റർ മാത്രം വീതിയുള്ള ഈ പാലത്തിലൂടെ ഒരേ സമയം ഒരു വശത്തേക്ക് മാത്രമേ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. പത്തനംതിട്ട ടൗണിൽ നിന്നും 19 കിലോമീറ്ററാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം. അപകട സാധ്യത തീരെയില്ലാത്ത പ്രകൃതി ഒരുക്കിയ ഒരു സ്വിമ്മിംഗ് പൂളാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം. കൊച്ചു കുട്ടികൾക്ക് പോലും ഇവിടെ യഥേഷ്ടം കുളിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കോന്നി ആനക്കൂട്ടിലെ കൊച്ചയ്യപ്പൻ എന്ന കുട്ടിക്കുറുമ്പൻ ആന. 2 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിക്കുറുമ്പനാണ് ഇന്ന് കോന്നി ആനത്താവളത്തിലെ ശ്രദ്ധാകേന്ദ്രം. 22 വയസ്സുള്ള ഈവ. ഇയാൾ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്തൊരു മ്യൂസിയം ഉണ്ട്. നമുക്ക് ആ മ്യൂസിയത്തിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് പത്തനംതിട്ട ടൗണിലെ 200 അടി ഉയരത്തിലുള്ള ചുട്ടിപ്പാറ. 200 അടി ഉയരത്തിൽ നിന്നുള്ള പത്തനംതിട്ട ടൗണിൻ്റെ കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുന്നിന് മുകളിൽ ഹരിഹര മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്നു. സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും കാഴ്ചകൾ കാണുവാനാണ് അധികമായും ഇവിടേക്ക് ആളുകൾ എത്തുന്നത്.